ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശരത്തിനോടൊപ്പം മണ്ഡപത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന പ്രിയങ്ക കൃത്യമായി എത്തിച്ചേരുന്നത് വരുണിന്റെ മുന്നിലേക്ക്. പ്രിയങ്കയും ശരത്തും കൂടി വരുണിന്റെ മുന്നിൽ വന്നതും അല്പനേരത്തേക്ക് പ്രിയ ആകെ അന്തിച്ച് വരുണിനെ തന്നെ നോക്കി. വരുൺ പ്രിയങ്കയെ കണ്ടതും തനിക്ക് മുൻപ് പരിചയമുണ്ട ഒരാളാണല്ലോ എന്ന രീതിയിൽ സംശയത്തോടെ വരുൺ കുറച്ചു നേരം പ്രിയങ്കയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പ്രിയങ്ക തന്റെ തലയിൽ മൂടിയിട്ടിരുന്ന ആ ഷോള് മുഖം മാത്രം മറയ്ക്കാത്തത് വരുൺ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന ആശങ്കയിൽ പെട്ടെന്ന് ആ ഷോൾ എടുത്ത് തന്റെ മുഖം ഒന്നുകൂടി മറച്ചു പിടിച്ചുകൊണ്ട് പ്രിയങ്ക വേഗം ശരത്തിനെയും വിളിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഈ കാഴ്ച കണ്ട വരുൺ ആകെ സംശയത്തിലായി. ആ കണ്ട കുട്ടി അത് പ്രിയങ്കയുടെ വീട്ടിലെ ജോലിക്കാരി പെണ്ണല്ലേ? എന്തായാലും സാരമില്ല, എനിക്ക് തോന്നിയതായിരിക്കുമോ എന്നെല്ലാം ആലോചിച്ച് വരുൺ വേഗം തന്റെ ഫോട്ടോയും ക്യാമറയും എടുത്തുകൊണ്ട് നേരെ പെൺകുട്ടിയെ കാണാനായി അകത്തേക്ക് പോകുന്നു. അങ്ങനെ പെൺകുട്ടിയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ശരത്തും പ്രിയങ്കയും കൂടി വേഗം ശരത്തിന്റെ കാറിനരികിലേക്ക് എത്തി. അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്ന ഒരു ചേട്ടനോട് അല്പം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് വരുൺ വേഗം കാറിനുള്ളിലേക്ക് കയറി. പ്രിയങ്കയും അകത്തേക്ക് കയറിയ ഉടനെ തന്നെ പ്രിയങ്ക വരുണിനോട് അകത്തേക്ക് കയറിയ ശരത്തിനോട് ചോദിച്ചു, അല്ല ശരത്തെ, നീ ഈ വേഷത്തിലാണോ വരാൻ പോകുന്നത്? വേഗം നീ വേഷം മാറണം കേട്ടോ, ലൊക്കേഷനിലേക്ക് ഈ വേഷത്തിലാണോ നീ വരിക എന്ന് ചോദിച്ചപ്പോൾ ശരത്ത് പറഞ്ഞു, അതിനുള്ള ഫുൾ സെറ്റപ്പ് എന്റെ ഈ കാറിനകത്തുണ്ട്, താനതോർത്ത് ടെൻഷൻ ആവണ്ട, ഇത് തന്റെ ബാഗ് പിടിച്ചോ എന്ന് പറഞ്ഞു വേഗം ശരത്ത് പ്രിയങ്കയുടെ കയ്യിലേക്ക് തന്റെ ബാഗ് കൊടുത്തിട്ട് ഉടനെ തന്നെ കാറുമെടുത്ത് അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും രാധിക ആകെ ടെൻഷനിലായി. രാധിക പ്രിയങ്കയ്ക്ക് പകരമായി താൻ അവിടെ ഇരുന്നതിന്റെ ടെൻഷനിൽ രാധിക അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടുകാരിമാർ പറഞ്ഞു, അതെ, താനെന്താണോ ഇങ്ങനെ ടെൻഷനാവുന്നത്? കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ, ഈ കുടുംബത്തെ എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടി കൂടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ എന്റെ മാനസികാവസ്ഥ അറിയില്ലല്ലോ, ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സോന പറഞ്ഞു, അതെ, താൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ടെൻഷൻ തോന്നുന്നത്, ഞങ്ങളെ കോളേജിൽ ഇതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു, അത് നിങ്ങൾക്കെല്ലാം കുട്ടിക്കളിയാണ്, എത്രയും വേഗം പ്രിയങ്ക ഒന്ന് വന്നാൽ മതി എന്ന് ആശങ്കയോടെ അങ്ങനെ രാധിക ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്നതായിട്ട് അവർക്ക് തോന്നി. അവർ വേഗം തന്നെ നോക്കിയതും വരുൺ അകത്തേക്ക് കയറി വന്നു. വരുണിനെ കണ്ടതോടെ അവർ ചോദിച്ചു, അല്ല, ഇതെന്താ ഈ കാണിക്കുന്നത്? അപ്പോഴേക്കും ഉടനെ വരുൺ പറഞ്ഞു, അതെ, ഞാൻ ഇയാളുടെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാ, ഇയാളുടെ ഒരുങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്കെടുക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, അത് പറ്റില്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മണ്ഡപത്തിലേക്ക് വരുമല്ലോ, അപ്പോഴെടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വരുൺ പറഞ്ഞു, അതെ, എനിക്ക് ഇയാള് ഒരുങ്ങിയ ഒരു ഫോട്ടോ എനിക്ക് വേണം. ഉടനെ തന്നെ വരുണിനോട് വീണ്ടും അവർ ദേഷ്യത്തോടെ പറഞ്ഞു, അതിപ്പോ ഒരുങ്ങി തീർന്നില്ല, ഒരുക്കം പൂർത്തിയായില്ല, അതിനുശേഷം ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വരുൺ പറഞ്ഞു, അത് സാരമില്ലെന്നേ, അയാൾ ഒരുങ്ങിയ അത്രയും മതി, എനിക്ക് അത്രയും ഒരുക്കം മതി, ആ ഫോട്ടോ എടുക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞതും പെട്ടെന്ന് കൂട്ടുകാരിമാർ എത്ര പറഞ്ഞിട്ടും വരുൺ കേൾക്കുന്നില്ലെന്ന് മനസ്സിലായതോടെ വരുൺ അരികിലേക്ക് എത്തി. എന്നിട്ട് രാധികയോട് പറഞ്ഞു, എടോ, തന്റെ മുഖം ഒന്ന് കാണിച്ചേ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞതും രാധിക വീണ്ടും പിന്തിരിഞ്ഞ് അങ്ങനെ തന്നെ നിന്നു. ഉടനെ തന്നെ വരുൺ പറഞ്ഞു, ദേ പ്രിയങ്ക, ഒരു കാര്യം ഞാൻ പറയാം, താൻ എന്റെ മുന്നിൽ ഫോട്ടോയ്ക്ക് നിന്നിട്ടില്ലാത്ത പോലെയല്ലല്ലോ, താൻ എത്ര തവണ എന്റെ മുന്നിൽ ഫോട്ടോയ്ക്ക് നിന്നിട്ടുണ്ട്, അതുകൊണ്ട് വേഗം തിരിഞ്ഞേ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാധിക ആകെ ടെൻഷനിലായി. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു കേട്ടോ, ഇനിയിപ്പോ ഇവിടെ ആള് കൂടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി എന്റെ നേരെ ഒന്ന് മുഖം തിരിഞ്ഞ് നിൽക്കാനായിട്ട് ഞാനിനി അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തണോ എന്ന് വരുൺ ചോദിച്ചപ്പോഴേക്കും ആ ചോദ്യം കേട്ട് പേടിച്ച് രാധിക അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് വരുണിന്റെ നേരെ തിരിഞ്ഞു. വരുൺ രാധികയെ തന്നെ നോക്കിയതും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന രാധികയെ കണ്ട വരുൺ ആകെ അതിശയത്തോടെ രാധികയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. വരുണിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസം കാണാത്തത് കൊണ്ട് കൂട്ടുകാരിമാർക്ക് ആകെ സംശയമായി. രണ്ടുപേരും അതിശയത്തോടെ പരസ്പരം നോക്കുമ്പോൾ വരുൺ രാധികയെ തന്നെ നോക്കിയിട്ട് അല്പനേരം ആ സൗന്ദര്യത്തിൽ അങ്ങനെ ആസ്വദിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, അതെ, സത്യം പറയാലോ, എന്തൊരു ഭംഗിയാടോ തന്നെ കാണാൻ, ഞാൻ പലപ്പോഴും തന്നെ ഈ വേഷത്തിൽ കണ്ടിട്ടുണ്ട്, ഇതേ വേഷത്തിൽ തന്നെ, ശരിക്കും ഇതുപോലെ തന്നെ ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്, സത്യത്തിൽ ഞാൻ ലക്കിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഉടനെ വരുൺ വളരെ സന്തോഷത്തോടെ രാധികയോട് സംസാരിക്കുന്നു. ഇത് കേട്ടതും സോനയ്ക്കും ജാനിക്കും വളരെ സംശയമായി. എന്താ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന രീതിയിൽ അവർ സംശയത്തോടെ നോക്കുമ്പോൾ വരുൺ പറഞ്ഞു, എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താൻ എന്നേക്കുമായി എന്റെ മാത്രം സ്വന്തമാകാൻ പോവാ എന്ന് വരുൺ രാധികയോട് പറഞ്ഞത് കേട്ട് കൂട്ടുകാരിമാർ രണ്ടുപേരും പരസ്പരം നോക്കി.
രാധിക ആകെ ടെൻഷനോടെ വരുണിന്റെ മുഖത്തേക്ക് അങ്ങനെ വിഷമത്തോടെ നോക്കുമ്പോൾ വരുൺ രാധികയുടെ ഫോട്ടോ എടുക്കാൻ തയ്യാറായി. വേഗം തന്റെ ക്യാമറയിൽ രാധികയുടെ ഫോട്ടോ വരുൺ പകർത്തിയെടുക്കുന്നു. വരുൺ ആ ഫോട്ടോ എടുക്കുന്നത് കണ്ട് കൂട്ടുകാരിമാർക്കാകെ അതിശയമായി. രാധികയുടെ ആ കല്യാണ പെണ്ണായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആ ഫോട്ടോസ് വരുൺ എടുക്കുന്നത് കണ്ടതോടെ കൂട്ടുകാരിമാർ സംശയത്തോടെ പരസ്പരം നോക്കി. വരുൺ ഫോട്ടോസുകൾ 2-3 എടുക്കുമ്പോൾ രാധിക തന്റെ മുഖം മറച്ചു പിടിക്കാനായി ശ്രമം നടത്തുന്നു. പിന്നീട് വരുൺ പറഞ്ഞു, അതെ, എനിക്കുള്ള ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി ഞാൻ പോവാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ തൻ്റെ ഫോട്ടോസുകൾ കുറെ ഞാൻ എടുത്തല്ലോ, ഇനി ബാക്കിയൊക്കെ പിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. പിന്നെ ഈ നിൽക്കുന്നത് തൻ്റെ കൂട്ടുകാരിമാരല്ലേ, താങ്ക്സ് എന്ന് പറഞ്ഞ് വരുൺ വേഗം തനിക്ക് കിട്ടിയ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരിക്കൽ കൂടി പിന്തിരിഞ്ഞ് രാധികയെ നോക്കി. രാധിക ആകെ വിഷമത്തോടെ വരുണിനെ നോക്കുമ്പോൾ ഇതൊന്നും അറിയാതെ വരുൺ തൻ്റെ ക്യാമറയിൽ പകർത്തിയ അയാളുടെ ഫോട്ടോയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരി വെച്ച് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് വേഗം വരുൺ പുറത്തേക്ക് ഇറങ്ങി. വരുൺ രാധികയെ കണ്ട് വലിയ സന്തോഷത്തോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴേക്കും സോന പറഞ്ഞു, ഹോ ഭാഗ്യം, ഞാൻ ഓർത്ത് വലിയ പ്രശ്നമാകുമെന്ന്. അല്ല, അയാള് ഒരു തവണ പോലും പ്രിയങ്കയെ കുറിച്ച് ചോദിച്ചില്ലല്ലോ, അതെന്താ എന്ന് സോന സംശയത്തോടെ ചോദിച്ചപ്പോഴേക്കും ജാനകി പറഞ്ഞു, അതെ, അയാളെന്താ കണ്ടിഷ്ടപ്പെട്ട പെണ്ണ് അയാൾക്ക് മാറിപ്പോയോ? അല്ല, ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ രാധിക ആകെ വിഷമത്തോടെ രണ്ടുപേരോടും പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് രാധിക ആകെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചേറിൽ ചെന്നിരുന്നു. ഈ കാഴ്ച കണ്ട ഉടനെ അവർ രണ്ടുപേരും പരസ്പര സംശയത്തോടെ പറഞ്ഞു, എന്തായാലും എന്തോ ഒരു പ്രശ്നം ഇതിനിടയിലുണ്ട്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വലിയൊരു പ്രശ്നമാണ് ഒഴിവായി കിട്ടിയത്. പ്രിയങ്കയെ കാണാതാകുമ്പോൾ അയാൾ ടെൻഷനാകുമെന്നും അയാൾ ബഹളം വെക്കുമെന്നും ഞാൻ കരുതിയത്. തൽക്കാലം ആ ഒരു പ്രശ്നം ഒഴിഞ്ഞു മാറി. അപ്പോഴേക്കും രാധിക ആകെ ഭയത്തോടെ, എന്റെ കൃഷ്ണ, ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം ആലോചിച്ച് പുതുമുഖ താരത്തെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് അങ്ങനെ ചാനലുകാർ നിൽക്കുമ്പോൾ പ്രിയങ്കയുമായിട്ട് നേരെ ശരത്ത് അവിടെ വന്നിറങ്ങി. ഈ കാഴ്ച കണ്ട പ്രൊഡക്ഷൻ കൺട്രോളർ വേഗം തന്നെ പ്രൊഡ്യൂസർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാർ, ദാ നായികയുമായിട്ട് ഹീറോയിനുമായിട്ട് അവൻ എത്തിയിട്ടുണ്ട്. അത് കേട്ടതും അയാൾ പറഞ്ഞു, ആഹാ, കണ്ടില്ലേ, അവനോടൊക്കെ പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്നോടാ കളി എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ശരത്ത് പ്രിയങ്കയുമായി എത്തി. പ്രൊഡ്യൂസറിന് അരികിലേക്ക് എത്തിനും, സാർ, ഹീറോയിൻ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ, സോറി സാർ, ഞാൻ അല്പം വൈകിപ്പോയി എന്ന് പ്രിയങ്ക ക്ഷമ ചോദിക്കുമ്പോൾ ഉടനെ പ്രൊഡ്യൂസർ പറഞ്ഞു, ഹേ, അതൊന്നും സാരയില്ല, നമ്മുടെ ഇവിടുത്തെ പൂജ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. പിന്നെ പെൺകുട്ടികളാകുമ്പോൾ ഞങ്ങൾ ആണുങ്ങളെ പോലെ അല്ലല്ലോ, കുറച്ച് ഒരുക്കം കൂടുതൽ കാണുമല്ലോ. നിങ്ങൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നാലല്ലേ ഞങ്ങൾക്ക് സന്തോഷമാവുന്നത്. നിങ്ങൾ അങ്ങനെ സുന്ദരിമാരായി വരുന്നത് കാണാനല്ലേ ഞങ്ങളും പ്രേക്ഷകരും കാത്തിരിക്കുന്നത് എന്നൊക്കെ പ്രൊഡ്യൂസർ പറഞ്ഞു. അത് കേട്ടതും, സർ, ഞാനെന്നാ ഡയറക്ടറെ കണ്ടിട്ട് വരട്ടെ സാർ എന്ന് പ്രിയങ്ക അനുവാദം ചോദിച്ചതും പ്രൊഡ്യൂസർ പറഞ്ഞു, ഓ, അതിനെന്താ, അതിനിടയ്ക്ക് ആ ചാനലുകാരോടും ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പ്രിയങ്കയോട് അദ്ദേഹം അറിയിച്ചു. അപ്പോഴേക്കും ഡയറക്ടർ അരികിലേക്ക് പ്രിയങ്ക വരുന്നത് കണ്ട ഉടനെ വളരെ സന്തോഷത്തോടെ ഡയറക്ടർ പ്രിയങ്ക സ്വീകരിച്ചു. ഞങ്ങളെ ആകെ ടെൻഷൻ എടുപ്പിച്ചല്ലോടെ താൻ എന്ന് പറഞ്ഞതും ഉടനെ ശരത്ത് പറഞ്ഞു, സർ, ഞാൻ പറഞ്ഞില്ലേ പ്രിയങ്ക എത്തുമെന്ന്. അപ്പോഴേക്കും ഉടനെ ഡയറക്ടർ സാറ് പറഞ്ഞു, അത് പിന്നെ താൻ ഒരല്പം വൈകിയപ്പോൾ എല്ലാവരും ആകെ ടെൻഷനിലായി. ഉടനെ തന്നെ ശരത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടും നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ സാർ, നിങ്ങളെല്ലാവരും വെറുതെ എന്നെ എന്ന് പറഞ്ഞതും ഡയറക്ടർ പറഞ്ഞു, അതൊക്കെ വിട്ടുകളയടോ, സാരമില്ല, എന്തായാലും പ്രിയങ്ക വേഗം താൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ചാനലുകാർക്ക് ഒരു ബൈറ്റ് കൊടുക്കണം, എന്നാൽ വേഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞതും ശരി സാർ എന്ന് പറഞ്ഞ് പ്രിയങ്ക വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോകുന്നു. ആ സമയത്ത് സിനിമയുടെ പൂജയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവിടെ നടന്നു കഴിഞ്ഞു. സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സിനിമയുടെ പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും ഉടനെ തന്നെ ആ പൂജയിൽ പങ്കെടുക്കാനായി പ്രിയങ്കയും വന്നെത്തി. എല്ലാവരും അണിയറ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ പൂജ നടത്തിക്കൊണ്ട് ഡയറക്ടറും പ്രൊഡ്യൂസർ സാറും എല്ലാവരോടും അനുവാദം ചോദിച്ച് അങ്ങനെ നല്ലൊരു മുഹൂർത്തത്തിൽ ഈ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നതിന് വേണ്ടി അവർ പൂജ നടത്തിയും ആദ്യമേ തന്നെ നിലവിളക്ക് തെളിയിച്ച് അതിന്റെ പ്രാരംഭ ചടങ്ങ് നടത്താൻ തയ്യാറായി. പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്ത് ഡയറക്ടർ പറഞ്ഞു, ആദ്യം സാർ തന്നെ നിലവിളക്ക് തെളിയിച്ചാലും. അപ്പോഴേക്കും പ്രൊഡ്യൂസർ പറഞ്ഞു, നമ്മുടെ നായികയുണ്ടല്ലോ ഇവിടെ, നമ്മുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടി, അതുകൊണ്ട് സ്ത്രീകൾ നിലവിളക്ക് തെളിയിക്കുന്നതാണ് അതിന്റെ ഐശ്വര്യം, അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ തന്നെ നിലവിളക്ക് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ കയ്യിലേക്ക് നിലവിളക്ക് നൽകി. പ്രിയങ്ക വളരെ സന്തോഷത്തോടെ തിരിതെളിയിച്ച് എല്ലാവരും അതിനോടൊപ്പം ഓരോരുത്തരും അവരവരുടെ ഊഴമനുസരിച്ച് നിലവിളക്ക് തെളിയിച്ചു. അതിനുശേഷം എല്ലാവരും അങ്ങനെ ആ പൂജയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ അതിൻ്റെ ചടങ്ങുകൾ ഓരോന്നും ചെയ്യുന്ന നിമിഷം
പ്രിയങ്ക മനസ്സിൽ ചിന്തിച്ചു. ഇതാണ് ഞാൻ സ്വപ്നം കണ്ടത്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, ഈ ജീവിതമാണ് എനിക്ക് വേണ്ടത്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ടില്ല, ഇവിടുന്ന് ഞാൻ ഒരിക്കലും പോവുകയുമില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പ്രിയങ്ക അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്കയുടെ അരികിലേക്ക് എത്തി. ഓരോ കാര്യങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ചാനലുകാർ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പ്രിയങ്ക വളരെ സന്തോഷത്തോടെ തൻ്റെ ഈ ഒരു യാത്രയിൽ, തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പദവിയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ സന്തോഷമായിരുന്നു പ്രിയങ്കയുടെ മനസ്സിൽ. മറ്റൊരിടത്ത് പ്രിയങ്കയ്ക്ക് പകരമായി അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിലേക്ക് പോകാനെന്നോണം ഒരു കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന രാധിക ആകെ ടെൻഷനോടെ പ്രിയങ്കയുടെ കൂട്ടുകാരിമാരോട് ചോദിച്ചു, അല്ല പ്രിയങ്ക നിങ്ങൾ വിളിച്ചില്ലേ, ഒന്ന് ചോദിക്കേ അവൾ എത്താറായോ എന്ന്. അപ്പോഴേക്കും ധാനി പറഞ്ഞു, താനിങ്ങനെ ടെൻഷൻ ആവാതെടോ, ഉടനെ തന്നെ പ്രിയങ്ക എത്തുമല്ലോ, ഇപ്പോൾ അവൾ എത്താറായിട്ടുണ്ടാവും, താനിങ്ങനെ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ രാധിക ചോദിച്ചു, നിങ്ങൾക്കിങ്ങനെ പറയാം ടെൻഷൻ ആവരുതെന്ന്, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആരും കടന്നു പോയിട്ടില്ലല്ലോ. അതെ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ വേഗം അവളെ വിളിച്ച് എത്താറായെന്ന് അന്വേഷിച്ചേ, ഇനിയും സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ, മുഹൂർത്തത്തിനുള്ള സമയം ആകാറായി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂളായിട്ടിരിക്കുവോ എന്ന് ചോദിച്ചത്. ഉടനെ ആകെ ടെൻഷനോടെ ജാനി പറഞ്ഞു, ഞങ്ങളിപ്പോൾ തന്നെ അവളെ വിളിക്കാം. അപ്പോഴാണ് നന്ദൂട്ടൻ അവിടേക്ക് എത്തിയത്. രാധികേച്ചി എന്ന് വിളിച്ച് അകത്തേക്ക് നന്ദൂട്ടൻ കയറി വരുമ്പോൾ പേടിച്ച് രാധിക പിന്തിരിഞ്ഞിരുന്നു. ഉടനെ നന്ദൂട്ടൻ അകത്തേക്ക് വന്നത് കണ്ട് ജാനിയും സോനയും നന്ദൂറിനോട് ദേഷ്യപ്പെട്ടു. അതെ, നിന്റെ രാധികേച്ചിനെ എവിടെയാണോ വന്ന് അന്വേഷിക്കേണ്ടത്, പുറത്ത് എവിടെയെങ്കിലും കാണും, നീ അവിടെ ചെന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പ്രിയങ്കയുടെ അരികിൽ പ്രിയങ്കയാണെന്ന് ധരിച്ച് അവിടേക്ക് വന്ന് നന്ദൂട്ടൻ വിളിച്ചു. അതെ, പ്രിയങ്കേച്ചി രാധികേച്ചിയെ കണ്ടോ, എവിടെയാണെന്ന് പറ, ഞാൻ പോയി രാധികേച്ചിയെ കണ്ടോളാം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ രാധിക തല കുനിച്ചിരുന്നു. അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ പ്രിയങ്ക ഇരിക്കുന്നത് കണ്ട് നന്ദൂട്ടൻ വേഗം മുന്നിലേക്ക് വന്നു. പ്രിയങ്കേച്ചി എന്ന് വിളിച്ച് നന്ദൂട്ടൻ നേരെ രാധികയുടെ മുന്നിൽ വന്നു നിന്നത് പ്രിയങ്കയല്ല, അത് രാധികയാണെന്ന് കണ്ടതോടെ നന്ദൂട്ടനാകെ അതിശയമായി. നന്ദൂട്ടൻ ചോദിച്ചു, രാധികേച്ചിയാണോ? രാധികേച്ചി ഈ വേഷത്തിൽ കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചാണെന്നറിയാവോ? എന്തായാലും ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. രാധികേച്ചിയാണോ മണവാട്ടി എന്ന് അതിശയപ്പെട്ട് നന്ദൂട്ടൻ ചോദിക്കുമ്പോൾ രാധിക പറഞ്ഞു, നന്ദൂട്ടൻ ഇക്കാര്യം ആരോടും ചെന്ന് പറയരുത് കേട്ടോ. ഇങ്ങനെ രാധികേച്ചിയുടെ കണ്ട വിവരം ആരോടും പറയരുത്, സത്യം ചെയ്യ എന്ന് പറഞ്ഞ് രാധിക കൈ നീട്ടിയിട്ടും നന്ദൂട്ടൻ സത്യം ചെയ്യാൻ മടി കാണിച്ചങ്ങ് നിൽക്കുമ്പോൾ വീണ്ടും നന്ദൂട്ടനോട് ചോദിച്ചു, സത്യം ചെയ്യ നന്ദൂട്ട എന്ന് പറഞ്ഞു. ശരി രാധികേച്ചി, ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല, പക്ഷേ രാധികേച്ചിയുടെ കല്യാണം എനിക്ക് കാണാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് നന്ദൂട്ടൻ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകും. ഇത് കണ്ട ഉടനെ തന്നെ നന്ദൂട്ടൻ ഒത്തിരി സന്തോഷത്തോടു കൂടി രാധികയുടെ വിവാഹം കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് പോയത് കേട്ട് ആകെ ടെൻഷനിലായി രാധിക. ഉടനെ കൂട്ടുകാരിമാർ രണ്ടുപേരോടും രാധിക പറഞ്ഞു, കേട്ടില്ലേ, നന്ദൂട്ടൻ പോലും പറഞ്ഞത് വിവാഹത്തിനുള്ള മുഹൂർത്തം ആകാറായി, ഇനിയും ഇവിടെ പ്രിയങ്ക എത്തിയില്ലല്ലോ, നിങ്ങൾ ഒന്ന് വേഗം പ്രിയങ്കയെ വിളിച്ചു നോക്ക്, അവൾ എവിടെയാണെന്ന്, എത്താറായോ എന്ന് ഒന്ന് അന്വേഷിക്കുക എന്ന് രാധിക ആവശ്യപ്പെട്ടു. ഉടനെ ജാനി തന്റെ ഫോൺ എടുത്ത് പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചു. ഈ സമയത്ത് പ്രിയങ്കയെ അവിടെ എത്തിയ ചാനലിലെ റിപ്പോർട്ടർമാർ ഓരോരുത്തരും പ്രിയങ്കയുമായി ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയങ്ക അവരോട് വളരെ സന്തോഷത്തോടെ മറുപടി നൽകുന്ന നേരത്ത് ഫോൺ കോൾ വന്നത് കണ്ട് പ്രിയങ്ക അവരോട് അല്പം നേരത്തേക്ക് ഒരു കോൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുതിയിട്ട് മാറുന്നു. കോൾ എടുത്ത ഉടനെ പ്രിയങ്ക എന്താടി എന്ന് ചോദിച്ചതും ജാനി ചോദിച്ചു, അല്ല നീ എവിടെ എത്തി പ്രിയങ്ക, ഇവിടെ മുഹൂർത്തത്തിന് സമയമായി തുടങ്ങി, നീ വേഗം എത്തുവരെ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, എടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലുമില്ല, നിനക്കറിയാവോ എനിക്കിവിടെ കിട്ടുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്ന്, ശരിക്കും ഒരു സൂപ്പർ സ്റ്റാറിനോട് എന്ന പോലെയാണ് ഇവിടെ എല്ലാവരും എന്നോട് പെരുമാറുന്നത്. ഇവിടുത്തെ എന്നോടുള്ള അവരുടെ ഇടപെടൽ ഞാൻ എത്ര ആഗ്രഹിച്ചതാണെന്നറിയോ, ഇതുപോലെ ഒരു സ്റ്റാർഡം. അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ ഉടനെ ഒന്നും ഇവിടുന്ന് വരില്ല, ഇവിടെ ഇനി കുറച്ചു നേരം കൂടി നിൽക്കണം, ഇവിടെ എന്നെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മീഡിയസും, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് വരത്തില്ല, കുറച്ചു നേരം കൂടി നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ജാനിയും സോനയും ആകെ ടെൻഷനിലായി. ഫോൺ വെച്ച് ജാനിയുടെ അരികിലേക്ക് സോന എത്തിയിട്ട് ചോദിച്ചു, എന്താടി, എന്താ അവള് പറഞ്ഞത്? അപ്പോഴേക്കും രാധികയും അരികിലേക്ക് എത്തി. എന്താ പ്രിയങ്ക പറഞ്ഞത്, അവൾ എത്തിയോ, എത്താറായോ എന്ന് രാധിക അന്വേഷിച്ചപ്പോൾ അവർ സങ്കടത്തോടെ പറഞ്ഞു, ഇല്ല അവൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ലെന്നാ പറഞ്ഞത്. അത് കേട്ടതും രാധിക ആകെ ടെൻഷനിലാവുന്നു. രാധിക ആകെ ചങ്കിടിപ്പോടെ പറഞ്ഞു, ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇതൊന്നും ശരിയാവില്ല എന്ന്, ഈ അവസാന മുഹൂർത്തത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് പുറപ്പെടണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ, അച്ഛനോടും അമ്മയോടും വരുണോടും എല്ലാവരോടും മുത്തശ്ശിയോടും ഒക്കെ വലിയൊരു ചതിയല്ലേ കാണിക്കുന്നത്, ഇങ്ങനൊരു ആൾമാറാട്ടമൊന്നും വേണ്ട എന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞതല്ലേ, നിങ്ങളാരും കേട്ടില്ലല്ലോ എന്ന് ചോദിച്ചേ ദേഷ്യത്തോടെ രാധിക അവരോട് സംസാരിച്ചു.
അപ്പോഴേക്കും ജാനിയും സോനയും ആകെ ആശങ്കയോടെ പരസ്പരം നോക്കി. ഇനിയും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വലിയ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുമല്ലോ എന്ന് അവർ രണ്ടുപേരും പരസ്പരം നോക്കി പറഞ്ഞു. അപ്പോഴേക്കും രാധികയ്ക്കും ആകെ ആശങ്കയായി. ഈ സമയത്ത് വരുൺ മണ്ഡപത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മണ്ഡപത്തിലിരുന്ന പൂജാരിയും വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള എല്ലാ പൂജാ കാര്യങ്ങളുമെല്ലാം തീർന്നു കഴിയുമ്പോൾ വരുണിനെ നോക്കി പറഞ്ഞു, അതെ, ഇനി വരന് മണ്ഡപത്തിൽ കയറിയിരിക്കാം. അത് കേട്ടതും വരുണിനെയും വിളിച്ച് പരമേശ്വരനും കുടുംബവും മണ്ഡപത്തിനകത്തേക്ക് കയറുന്നു. മണ്ഡപം പ്രദക്ഷിണം വെച്ചിട്ട് അകത്തേക്ക് കയറി വന്നിരുന്ന വരുൺ വളരെ സന്തോഷത്തോടെ വരുണിന്റെ പൂജയും മറ്റു കാര്യങ്ങളും മണ്ഡപത്തിൽ ചെയ്യേണ്ടിരുന്ന കാര്യങ്ങൾ ഓരോന്നും പൂജാരി പറയുന്നത് കേട്ട് അതുപോലെ തന്നെ ചെയ്തു. അപ്പോഴാണ് ദേവനാരായണ തിരുമേനിയെയും യശോദയെയും പൂജാരി ശ്രദ്ധിച്ചത്. ഉടനെ പൂജാരി വിളിച്ചു പറഞ്ഞു, തിരുമേനി, ഇനി പെൺകുട്ടിയെ വധുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കേട്ടോ എന്ന് പറഞ്ഞതും ദേവനാരായണനും യശോദയും ശരി എന്ന് പറഞ്ഞ് പ്രിയങ്കയെ വിളിക്കുവാനായി ഗ്രൂം റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് അവിടേക്ക് പോകുന്ന നേരത്ത് ആകെ ടെൻഷനിലാണ് പ്രിയങ്കയുടെ ഭാഗത്ത്. ഇങ്ങനെ ഒരു പ്രവൃത്തിയെ പ്രിയങ്കയിൽ നിന്നുണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന രാധിക തന്റെ അരികിലേക്ക് അച്ഛനും അമ്മയും എത്തിക്കഴിഞ്ഞാൽ താനാണ് പ്രിയങ്കയുടെ വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നതെന്നുള്ള സത്യം അവർ അറിഞ്ഞാൽ ഒരിക്കലും അവർ തന്നോട് പൊറുക്കില്ല. ഇങ്ങനെ ഒരു ചതിക്ക് നിന്നതിന്റെ പേരിൽ അവര് തന്നെ കൂടി പഴിക്കും. ഇനി എന്താ ചെയ്യുക? പ്രിയങ്ക എത്തിയില്ലെങ്കിൽ ഈ വിവാഹം മുടങ്ങുമല്ലോ. ഇനി എന്താണ് ഒരു പോംവഴി എന്നെല്ലാം ആലോചിച്ച് ആകെ ആശങ്കയോടെ മുഹൂർത്തത്തിന് സമയവും അടുത്തു കഴിഞ്ഞല്ലോ. ഇനി ഇതിനൊരു പരിഹാരം എന്തെന്ന് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ട് പ്രിയങ്കയുടെ കൂട്ടുകാരിമാരും രാധികയും ഗ്രീൻ റൂമിനരികിൽ നിൽക്കുന്നു.